മുൻപൊക്കെ ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വെച്ചിരുന്നാൽ തന്നെ അത് ഭയങ്കര ഹാർഡാവുമായിരുന്നേ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം എത്ര നേരം വെച്ചിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയും ഉണ്ടാക്കും. ഞാനിവിടെ 1.25 നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നാഴി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളത് പോലെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ആ ബോട്ടിൽ തന്നെയാണ് ഇവിടുത്തെയും നാഴി. ആ കണക്കാണ് എടുത്തിട്ടുള്ളത്. എടുത്തത് ഉഴുന്നാണ്. ഇത്രയും ഇട്ടാൽ മതി, ഒരു പിടിയില്ല, കുറച്ച് ഈ കയ്യിൽ കാണുന്ന അത്രയും. ഇതിനി നന്നായി കഴുകിയിട്ട് നമുക്ക് 6 മണിക്കൂർ കുതിർക്കാനിടണം. ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണേ. ഇനി അടുത്ത സ്റ്റെപ്പ് അരയ്ക്കാനായിട്ട് എടുക്കേണ്ടത് 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ, 2 പാളയംകോടൻ പഴം പാളയംകോടൻ തന്നെ എടുക്കണേ. ഇതും നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസായാലും പ്രശ്നമില്ല. ഇനി ഇപ്പോൾ അരച്ചത് നേരത്തെ അരി അരച്ചതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഒരു സാധനം കൂടെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. ഇതാണ് ആ സാധനം. ഇത് കള്ളാണ്. കള്ള ഉണ്ടാക്കുന്നത് തേങ്ങ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടാണ്. ഒരു 3-4 ദിവസത്തെ തേങ്ങ വെള്ളം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് നമ്മൾ ഒരു ബോട്ടിലാക്കി പുറത്ത് സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്നില്ല, പുറത്ത് സൂക്ഷിച്ചാലും മതി. ഇതെങ്ങനെ മറ്റേ കള്ളിനെ പോലെ ലഹരിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരുപാട് കട്ടിയൊന്നും ആകണ്ട, നല്ല ലൂസായിട്ടിരിക്കട്ടെ മാവ്. ദോശയുടെ മാവ് പോലെയല്ല, നല്ലോണം ലൂസായിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഇത് രാവിലെ എടുക്കാം. രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണേ. മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഇത്രയും സോഡാപ്പൊടി കുറച്ച് മതി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിനി അരികൊക്കെ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ റെഡി ആയിട്ടുണ്ടേ. ഇത് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുൻപൊക്കെ ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം വെച്ചിരുന്നാൽ തന്നെ അത് ഭയങ്കര ഹാർഡാവുമായിരുന്നേ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം എത്ര നേരം വെച്ചിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടണേ. പിന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.